എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാംഗോ പോളിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. മാങ്ങയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ സമയത്ത് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത്. കാണാൻ പോളി പോലെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഫില്ലിങ്ങിലൊക്കെ വ്യത്യാസമുണ്ട്. മാംഗോ പോളി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മാംഗോ പോളി തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് മൈദപ്പൊടിയാണ്. മൈദപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ മാവിന് മഞ്ഞ കളർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. അതിനായി 3/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെയായി വെള്ളം ചേർത്ത് കൊടുത്ത് വേണം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നവരെ ഈ മാവൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തി മാവിൻ്റെ ഒരു പാകത്തിന് വേണം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ടുള്ള റവ കളറൊന്നും മാറാതെ തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റവ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് വേണം ഈ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. റോസ്റ്റായി വന്നിട്ടുള്ള റവയിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര റവയുമായി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പഴുത്ത മാങ്ങയുടെ പൾപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചേർത്ത് കൊടുത്തിട്ടുള്ള മാങ്ങ ഒരു തരി വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. യോജിച്ച് വന്ന ഈ കൂട്ടിലേക്ക് ഇനി 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടകളില്ലാതെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പാൽ ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ ഇത് ലൂസാകാൻ തുടങ്ങും. ഇതിൽ ചേർത്തിട്ടുള്ള പാൽ വാറ്റി പാനിൽ നിന്നും വിട്ട് കിട്ടുന്നവരെ ഇളക്കി കൊടുക്കണം. ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് 1 ഉരുള മാവെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തുള്ള മാവിലേക്ക് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് ഇതൊന്ന് 4 വശവും കവർ ചെയ്യണം. പുറം ഭാഗത്തെ മാവ് നല്ല സോഫ്റ്റ് ആയതിനാൽ ഇതുപോലെ നമുക്ക് ഫില്ലിങ് നന്നായി കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ മാവൊന്ന് കൈവെള്ളയിൽ വെച്ച് നന്നായി ഉരുട്ടിയെടുക്കണം. ഒരു മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുന്നതിനായി കൗണ്ടർ ടോപ്പിലേക്ക് അല്പം മൈദ തൂവി കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ആദ്യം ഒന്ന് പരത്തി കൊടുക്കണം. കൈ കൊണ്ട് പരത്തി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് ചപ്പാത്തി റോളർ കൊണ്ട് ഇതൊന്ന് നന്നായി പരത്തിയെടുക്കണം. ഒരു മാംഗോ പോളി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും പരത്തിയെടുക്കണം. ഇവ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദോശത്തവ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി കഴിയുമ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പോളി ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ പുറം ഭാഗം അല്പം നെയ്യ് തടവി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ആ ഭാഗം ഒന്ന് ചുട്ടെടുക്കണം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊന്ന് വീർത്ത് വരാൻ തുടങ്ങും. ഒരു പോളി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും ചുട്ടെടുക്കണം. മാങ്ങ ധാരാളമായി കിട്ടുന്ന ഈ സമയത്ത് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.